നമുക്കൊരു കല്യാണ കഥയായാലോ? കല്യാണത്തിന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ. എൻ്റെ അനിയത്തി മാത്രമല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ എല്ലാമാണ്. ഒരു ഡെഫിനിഷൻ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, സിസ്റ്റേഴ്സ് ഉള്ളവർക്ക് മനസ്സിലാവും. കല്യാണം എൻ്റെയും അവളുടെയും ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെയാണ്. അതായത് അവർ 3 മക്കളാണ്. അതിൽ ഏറ്റവും മൂത്ത ആൾ ഷംന എൻ്റെ കൂടെ പഠിച്ചു, രണ്ടാമത്തെ ആൾ ആമിന ആൻസീൻ്റെ കൂടെ പഠിച്ചു, അതിൽ മൂന്നാമത്തെ ആളാണ് ഷാഹിന. ഇന്ന് ഷാഹിനയുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഷംന. ഞങ്ങൾ +2 വരെ ഒരുമിച്ചാണ് പഠിച്ചത്. ഇതാണ് നമ്മുടെ ഷാഹിനക്കുട്ടി. പണ്ട് ഞങ്ങളുടെ കയ്യും പിടിച്ച് കുഞ്ഞായിരുന്ന സമയത്ത് ചെറിയൊരു ബാഗൊക്കെ ഇട്ട് കൂടെ വരുന്നതാട്ടോ ഈ വലിയ കല്യാണ പെണ്ണെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ബാക്കിൽ നിൽക്കുന്നില്ലേ, അതാണ് ആമിന, ഹാൻസിയുടെ ഫ്രണ്ട്. ദേ ആ സ്റ്റേജിൽ മുല്ലപ്പൂവൊക്കെ ചൂടിയിരിക്കുന്നില്ലേ, അത് ഷംനയുടെ ഇളയ മോളാണ് കേട്ടോ. ആ പ്രായത്തിലാണ് ഷാഹിനേനെ ഞാൻ ആദ്യം കാണുന്നത്. ഇതെൻ്റെ കിങ്ങിണിക്കുട്ടിയാണ് കേട്ടോ. കിങ്ങിണിക്കുട്ടി എൻ്റെ സ്വന്തം കാവ്യയുടെ മോളാണ്. കാവ്യ ഇസ്രായേലിലാണ് വർക്ക് ചെയ്യണേ, അതുകൊണ്ട് മോള് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാവ്യ ആരാണെന്ന് പറഞ്ഞല്ലോ, കാവ്യയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്. ഞങ്ങളങ്ങ് LKG മുതലുള്ള ബന്ധമാണ് കേട്ടോ. LKG മുതൽ +2 വരെ ഞങ്ങൾ ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച കൂട്ടുകാരാണ് കേട്ടോ. ഇത്രയും കാലം കടന്നു പോയിട്ടും ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ ആ ഒരു ബോണ്ടിങ്ങിന് ഇതുവരെയും ഒരു ഇടയ്ക്ക് വഴക്കും, പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് വഴക്കും മിണ്ടാതിരിക്കലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആ ബോണ്ടിങ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത്രയും വർഷങ്ങൾ താണ്ടി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം മനസ്സിലായത്. എന്നും മെസ്സേജ് അയപ്പില്ല, എന്നും വിളിക്കാറില്ല, പക്ഷെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്, എന്തൊക്കെയൊക്കെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണത്തിൻ്റെ മണവാളിനും മണവാട്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല ക്യൂട്ടൊരു മണവാളിനും അതിലും ക്യൂട്ടൊരു മണവാട്ടിയും. എന്ത് രസമല്ലേ രണ്ടുപേരെയും കാണാനായിട്ട്. പല കല്യാണങ്ങൾക്കും ഇപ്പോഴും ക്യാമറാമാൻമാരൊരു വിലങ്ങുതടിയാണല്ലേ. അവർ കാരണം നമുക്ക് ശരിക്കും ആ കല്യാണം അങ്ങോട്ട് കാണാൻ പറ്റില്ല. എന്താണെന്നറിയില്ല, ഷാഹിനാണ് ഇപ്പോഴും ഒരു മണവാട്ടിക്കുട്ടിയായിട്ട് കാണാനേ പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ ആ പഴയ കുഞ്ഞ് ഷാഹിനയാണ് കേട്ടോ. സ്കൂൾ വിട്ട് വരുമ്പോൾ ഇനി ഞങ്ങളുടെ കയ്യും പിടിച്ച് ഇങ്ങനെ വരും. ഞങ്ങളിങ്ങനെ അവളുടെ സംസാരം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിനിങ്ങനെ കുഞ്ഞ് മറുപടി പറയുന്നതൊക്കെ ഇപ്പോഴും മനസ്സിൽ നല്ല ഓർമ്മയുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആഹാരം കഴിക്കാൻ പോയി. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. സാലഡും അച്ചാറും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു. അങ്ങനെ പുറത്തിറങ്ങി ഐസ്ക്രീം കഴിച്ചപ്പോഴാണ് ഷംനയുടെ മോനെ കാണുന്നത് കേട്ടോ. ഇതുവരെ ഞാൻ അവിടെ എങ്ങും അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരെയും കണ്ടു, ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പം എഡ്വേർഡിനെ പറ്റിച്ചാണ് ഞാനും ആൻസിയും വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം വെറും കൈയോടെ ചെല്ലാൻ പറ്റുമോ? അങ്ങനെ അവനൊരു ബാറ്റും ബോളും ഒക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇനി കുറച്ച് ക്യൂട്ട്നെസ് ആയാലോ? കിടക്കട്ടെ, എൻ്റെ വക കുറച്ച് ക്യൂട്ട്നെസ് അങ്ങ് വാരി വെതറുവാണേ.